ഹലോ ഗൈസ്, നമ്മുടെ സ്കിന്നെ നല്ല രീതിയിൽ ബ്രൈറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ആയുർവേദിക് ക്രീമാണ് ഇന്നത്തെ വീഡിയോ. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റ് ചെയ്യാനാവാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ക്രീമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ മാത്രമേ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാവുള്ളൂ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സാന്ദ്ര7. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടി സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് ക്രീമാണ്. ഒരു ആയുർവേദിക് ക്രീമാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ റിസൾട്ട് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്രീമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ട് എനിക്ക് കുറച്ച് ബ്രേക്കിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. എന്നാലും സ്കിൻ ബ്രൈറ്റനിങ് അല്ലെങ്കിൽ സ്കിന്നുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കുറവായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യണം. ഒരുപാടധികം നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ആയുർവേദ ക്രീമിനെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. നല്ല രീതിയിൽ നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ഹൈഡ്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ സെറം ഉപയോഗിക്കുന്നത് ഒക്കെ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഈർപ്പം നിലനിർത്തുക എന്ന് പറയും. അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഈർപ്പം നിലനിർത്തുക എന്ന് പറയും. അത്തരത്തിൽ സ്കിന്നിൽ ഈർപ്പം നിലനിർത്തിയാൽ മാത്രമേ സ്കിന്ന് പ്രൊട്ടക്ഷൻ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്കിന്ന് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യാനുള്ളൊരു കാര്യമാണ് നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. അതും നമ്മുടെ സ്കിന്ന് ടൈപ്പ് അനുസരിച്ച് നമ്മൾ നല്ല രീതിയിൽ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസർ തന്നെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യാനുള്ളത്. അത്തരത്തിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ സ്കിന്ന് നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിനും ഒക്കെ നന്നായിട്ട് സഹായിക്കുന്ന ഒരു ഫേസ് ക്രീമാണ് ഇത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് സാന്ദ്ര, ഞാനൊരു ബ്യൂട്ടി വ്ളോഗറാണ്. അപ്പോൾ നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി എന്തായാലും എങ്ങനെയാണിത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുക്കുന്ന മഞ്ചിഷ്ടയും ഇരട്ടി മധുരമാണ്. ഇപ്പം ഞാനിത് കാണിച്ചിരിക്കുന്നതാണ് മഞ്ചിഷ്ട. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും, ആയുർവേദ കടകളിലൊക്കെ ഇല്ലേ, അതുപോലെയുള്ള കടകളിലാണ് കിട്ടുന്ന, അങ്ങാടി കടകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മഞ്ചിഷ്ട എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്കിത് കിലോ കണക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കാൻ കിട്ടുന്നത്. 50 ഗ്രാം അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് വാങ്ങിക്കാൻ കിട്ടുന്നത്. ഒരുപാട് വലിയ റേറ്റൊന്നും ആവില്ല, കുറവൊക്കെ തന്നെയാണ്. ആ ഒരു രീതിയിലാണ് കിട്ടുന്നത്. ഇത് നമ്മൾ വെള്ളത്തിലിട്ട് ഒന്ന് കുതിർക്കാൻ വയ്ക്കുകയാണ്. രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ കിട്ടുന്നതാണ്. ഒരുപാട് ദിവസം അങ്ങനെയൊന്നും വെച്ച് കളയരുത്. ഒരുപാട് സ്മെല്ല് വരാനുള്ള സാധ്യത, അത് നമുക്ക് ഫേസിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി നിങ്ങൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ അത് കുതിർന്ന് കിട്ടും. അപ്പോൾ തന്നെ അത് യൂസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഇരട്ടി മധുരം എന്ന് പറയുന്ന സംഭവം. ഇതുപോലെ ഇങ്ങനെ തടി പോലെയാണ് കാണുന്നത്. ഇത് നമുക്കിപ്പോൾ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും, അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ഈ തടിയായിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ് ഏറ്റവും നല്ലത്. ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഇതാണ്. ഈ മഞ്ചിഷ്ട ഇരട്ടി മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുർവേദ കടകളിലൊക്കെ അവർ നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. എല്ലാ ആയുർവേദ കടകളിലും കോമൺ ആയിട്ട് കാണുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇത് രാത്രി ഇങ്ങനെ കുതിർക്കാൻ വയ്ക്കുന്ന സമയത്ത് രാവിലെ ഇതുപോലെ റെഡ് കളറിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് നമുക്ക് ആവശ്യം. ഈ ഒരു റെഡ് കളറിലായിരിക്കും കിട്ടുന്നത്. ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ. നല്ല മഞ്ചിഷ്ട ഇരട്ടി മധുരമൊക്കെ ആണെങ്കിൽ നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അത് നമ്മൾ ഗ്യാസിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്തത്. ചൂടാക്കി എടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു വെള്ളം ഇപ്പം നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു വെള്ളം ഒരു പകുതിയൊക്കെ ആകുന്നത് വരെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നിങ്ങൾ തിളപ്പിക്കുമ്പോൾ അതിൻ്റെ ഒരു ആവി അടിക്കുന്നതുകൊണ്ട് ചെറുതായിട്ട് ക്യാമറ എടുത്തിട്ട് ഡള്ളായിട്ട് പോകുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ ചേർക്കുന്ന അലോവേറ ജെല്ലാണ്. ഏത് അലോവേറ ജെൽ ഉപയോഗിക്കാം, പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ കളറില്ലാത്ത അലോവേറ ഉപയോഗിക്കണം. എൻ്റെ ഇപ്പം നാച്ചുറൽസിൻ്റെ അലോവേറ ആണ് ഉള്ളത്. ഹിമാലയയുടെയൊക്കെ നല്ല അലോവേറ ആണ്. അപ്പോൾ കളറില്ലാത്ത അലോവേറ വാങ്ങിക്കാൻ നോക്കുക. അത് നമ്മളൊരു തുള്ളിയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ നല്ല കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് മാത്രമാണ് മിക്സ് ചെയ്ത്. ഇതിൽ വൈറ്റമിൻ ഇ ഒക്കെ ചേർക്കുന്നുണ്ട്. എനിക്ക് വൈറ്റമിൻ ഇ ചേർക്കുന്നതിന് വലിയ താല്പര്യമില്ല, കാരണം അത് ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നാണ്. ഇത് എന്തിനാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എനിക്കറിയില്ല. അപ്പോൾ അത് പേഴ്സണലി എനിക്കിഷ്ടം അല്ലാത്തൊരു കാര്യമാണ്. ഈ പേഴ്സണലി ഇഷ്ടമല്ല എന്ന് മാത്രമല്ല, അത്ര നല്ല കാര്യമല്ല നമ്മുടെ ഫേസിലേക്ക് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല.
ഇതിത്രയാണ് നമ്മൾ പാക്കറ്റിലാക്കി ഇതുപോലെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരിക്കണം. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം മാത്രമേ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാവൂ. ഇത് ഇപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് മഞ്ചിഷ്ടയും ഇരട്ടി മധുരവും തിളപ്പിച്ച വെള്ളം ചേർക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ചീത്തായി പോവില്ല, എന്നാൽ പോലും ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ മാർക്ക് റെഡ്യൂസ് ചെയ്യുന്നതിനും ഡാർക്ക് സ്പോട്ട് വൈറ്റ് സ്പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഓപ്പൺ പോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു. ഒരുപാടധികം നമ്മുടെ സ്കിന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനമാണിത്. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്തതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്ന് നല്ല പ്രൊട്ടക്ഷനും നൽകാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുന്നതിന് മുന്നേ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മാത്രം ഉപയോഗിച്ചാൽ ഒരു പ്രശ്നമില്ല. ഇത് ഉപയോഗിച്ചിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്ന് നല്ല രീതിയിൽ തന്നെ ഹെൽപ്പ് ചെയ്യും, നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ നൽകാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയൊരു ഫേസ് ക്രീമാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഒരുമാതിരി വൃത്തിയായിട്ട് സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല. കാരണം നമ്മളിവിടെ അലോവേര പാക്കറ്റിലുള്ള അലോവേര ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഇറിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എല്ലാ ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാവുന്നതാണ്. ഓയിൽ സ്കിന്നിനെ പ്രത്യേകിച്ച് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. കാരണം അലോവേര ചേർക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ ടൈപ്പ് സ്കിന്നിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇത് ഉപയോഗിക്കുന്നതിന് ഇന്ന ദിവസം അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ഉപയോഗിക്കുക. കാരണം മോയ്സ്ചറൈസറാണ്, നമുക്ക് എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട സാധനമാണ് മോയ്സ്ചറൈസർ. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് അങ്ങനെയൊന്നുമില്ല, എല്ലാ ദിവസവും ഉപയോഗിക്കേണ്ട ഒരു സാധനം തന്നെയാണ് മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്തുമാത്രം റിസൾട്ട് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇതിലുപരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടൊരു വീഡിയോ ആയിരിക്കും എന്തായാലും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടാവുന്നു. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം റിസൾട്ട് അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെയും ബൈ ബൈ.